അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ശബരിമലയായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും എന്റെ മോനത് അവൻ ഇപ്പൊ കരാർ ഏറ്റെടുത്ത് നിൽക്കുക വരുന്നത്. അവൻ കരാർ ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല. എന്റെ മോന് ഷിപ്പില് ക്യാപ്റ്റനാണ്. അയാള് സ്വർണ്ണപ്പണി ചെയ്യുന്ന കരാർ ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അവിടെ വെച്ച് തന്നെയാണ് തന്ത്രി അദ്ദേഹത്തിന്റെ മുറിയുടെ വാതുക്ക വെച്ച് തന്നെയാണ് അത് ചെയ്ത് അമ്പലത്തിനകത്ത് ശ്രീകോവിലിനകത്ത് ഞങ്ങൾ സമർപ്പിച്ചത്. അതല്ലാതെ ഇപ്പൊ ഈ കെയർ ഓഫിൽ ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്നെയും എന്റെ കുടുംബത്തെയും അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവം ഇക്കാര്യം കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ആറന്മുള ക്ഷേത്രത്തിൽ കൊടിയേറ്റിന് അവിടുത്തെ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് കൊടിക്കൂറ നൽകാറുള്ളത്. നല്ല ചെലവുള്ള സംഗതിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഞങ്ങൾക്ക് അതിനൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് അവര് പൈസ ചെലവഴിക്കും. എന്റെ മോൻ തന്നെയാണ് അക്കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആറന്മുള ക്ഷേത്രത്തിലെ കൊടിയേറ്റിന്റെ ചുമതല ഞങ്ങൾ നിർവഹിക്കാറുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യാറുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ ദണ്ഡ് എടുത്തോണ്ട് പോയി അവിടുത്തെ രുദ്രാക്ഷമാല കാണാനില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമാണ്. വളരെ മോശപ്പെട്ട പ്രചരണത്തിന്റെ ഭാഗമാണ്. അത് അവിടെ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. യോഗദണ്ഡ് വെളിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സംഗതിയല്ല. അത് സ്വർണമല്ല. അത് ഈ പറഞ്ഞതുപോലെ ചൂരൽ പോലെ എന്തോ ഒരു തടിക്കഷ്ണമാണ്. ഒരു 3-4 അടി നീളമുള്ള ഒരു സംഗതിയാണ്.